സ്ത്രീ സംവിധായകർ വരുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നം തീരുമെന്ന് അങ്ങനെ ചോദിച്ചു. വേണം എടുത്തു നോക്കും. നിങ്ങളതപ്പോൾ ചോദിച്ചതും കേട്ടിട്ടില്ല. അതിനുശേഷം അതൊന്നും ഒരു പ്രാവശ്യം എടുത്ത് കേൾക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു, സ്ത്രീ സംവിധായകർ വരുന്നത് കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. തീരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മയുടെയും മരുകളുടെയും പ്രശ്നം തീരണ്ടേ? അവർ രണ്ടുപേരും സ്ത്രീയല്ലേ? അല്ലേ? ഒരു വീട്ടിലെ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാവും ഇവർക്കിടയിലാണ്. ഈ അമ്മായിയമ്മ ഒരിക്കൽ ഒരു മരുവളായിട്ട് വന്നതല്ലേ? അല്ലേ? ഈ മരുവൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മ അവളല്ലേ? എന്നിട്ടും എന്താ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ? ഒരു സ്ത്രീ സ്ത്രീകൾ ഒരുപാട് വരുന്നതുകൊണ്ട്, സ്ത്രീ സംവിധായകരുണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. സ്ത്രീകളുടെ പ്രശ്നം തീരണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണ്ടേ? ഏതൊരു എൻ്റെ പെൺ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ ഇത് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺ സുഹൃത്തായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണ്. അവർ കുറച്ചും കൂടി കംഫേർട്ട് ആണുങ്ങളുള്ള ഗ്യാങ്ങിൽ ഇരിക്കാനാണ്. പക്ഷെ ഫോട്ടോയിൽ ഇവർ ഭയങ്കര ഒട്ടിപ്പാണ്. പുറത്തിറങ്ങി ഇവർ കുറ്റം പറയുവരെ. ഇതൊന്നും ഞാൻ എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കളില്ല. അവർ ഗ്യാങ് ചെയ്യുന്നതാണെങ്കിലും ചില ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ്. അപ്പോൾ സ്ത്രീ സംവിധായകൻ വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരുമെന്നുള്ള ചോദ്യത്തിന് ഞാനെങ്ങനെ ഉത്തരം പറയാം? പിന്നെ അവർ ഈ വേതനത്തിൻ്റെ കാര്യം, വേതന തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ആണുങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാത്ത എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളെക്കാളും. ഇപ്പോൾ നിത്യമേനോനാണെങ്കിലും പാർവതിയാണെങ്കിലും ഇവരെത്രയോ ശമ്പളം വാങ്ങാൻ എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട്, മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഒരേ പ്രായത്തിലുള്ളവർ, അവരുടെ അപ്പൻ്റെ പ്രായമുള്ളവരുണ്ടല്ലോ. പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന, പാത്രം കഴുകിയിരിക്കുന്നുണ്ട്, ലൊക്കേഷനിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. 2000 രൂപ പോലും ആയിട്ടില്ല ലൊക്കേഷനിൽ ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ ബാറ്റ കൂട്ടി കഴിഞ്ഞാൽ. ഇന്ന് വരുന്ന ആൾക്കാർ നാടനായാലും നടിയാണെങ്കിലും അവർ ഹിറ്റാകുമ്പോഴേക്കും അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്? അപ്പോഴും നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ആൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൺപെൺ വ്യത്യാസത്തിലല്ല, ആൺപെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല ശമ്പള വ്യത്യാസവും അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത് അയാൾക്കുള്ള ഡിമാൻഡ് അനുസരിച്ചാണ്. അല്ലേ? നയൻതാരയുടെ പോലും അത്ര ശമ്പളം കിട്ടുന്നുണ്ടാ ബാക്കി ആക്ടേഴ്സിന്? കിട്ടാത്ത ആക്ടേഴ്സ് ഇല്ലേ? അപ്പം അത് അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വ്യത്യാസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളാണ്. അല്ലേ? ഈ ആൺ പെൺ വ്യത്യാസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോവില്ല. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ആൺ പെൺ വ്യത്യാസമില്ല. അത് വ്യക്തികളാണ് എല്ലാവരും. വ്യക്തികൾക്കുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലാവുമ്പോൾ തന്നെ നിങ്ങളെക്കാട്ടും ശമ്പളം കുറഞ്ഞ ആളുകളില്ലേ? നിങ്ങൾ കൂടിയ ശമ്പളമുള്ള ആളുകളില്ലേ? അങ്ങനത്തെ പെണ്ണുങ്ങളും ഇല്ലേ? പെണ്ണുങ്ങൾ MD ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവരവരെ കഴിവുകൊണ്ടെത്തുന്നതല്ലേ? ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഗാന്ധി പെൺകുട്ടിയായിരുന്നല്ലോ. അല്ലേ? അന്നപ്പോൾ എല്ലാവരും താഴെയല്ലേ? ജയലളിത പെണ്ണല്ലേ? അവർ MLA ഇങ്ങനെ എഴുത്തുക, ഇങ്ങനെ നേരെ കൂടി എഴുതില്ല, അവർ മൂത്ത് നോക്കി സംസാരിക്കില്ല. അല്ലേ? അപ്പോൾ അത് ജയലളിത എന്ന് പറയുന്ന വ്യക്തിയാണ്. ജയലളിത എന്ന സ്ത്രീ എന്ന് കാണാം നമ്മൾ. ഇപ്പം നമ്മൾ മൃഗശാല ചെയ്തിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ? കടുവ എന്നല്ല പറയുക. പിന്നെയല്ല അതും താഴെ ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണെന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവും വിചാരിക്കാം. അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച, ആൺപൂച്ച എന്നൊക്കെ പറയും. മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് ആണുകൾ അങ്ങനെ കാണുന്ന, അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം. ഇനി എന്താണ് അടുത്തതായിട്ട് വരാനുള്ള സിനിമകൾ എന്തൊക്കെയാണ്? ഇത് റിലീസ് കൊണ്ട് 19-ാം തീയതി
പിന്നെ അയ്യറിൻ അറേബ്യ എന്ന് പറഞ്ഞിട്ട് പടം റിലീസ് ആവുന്നുണ്ട്. പിന്നെ തുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിജുമേനൻ്റെ കൂടെ ഒരു പടം വരാണ്. ഇപ്പോൾ ഈ വരുന്ന പ്രോജക്ട്സിലൊക്കെ സാറ്റിസ്ഫൈഡ് ആണ് അതർ ലാംഗ്വേജ് ഫിലിംസ് ഒക്കെ. അപ്പോൾ ബീസ്റ്റിലൊന്നും വലിയ അത്രയും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അവരെന്നെ കോൺഫിഡൻസ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. എന്താണ് ബീസ്റ്റിൽ വിളിക്കുമ്പോഴോ? അതല്ല, ബീസ്റ്റ് ചെയ്തവരും അതിൽ അഭിനയിച്ചവരും മെയിൻ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആണ് അവിടെ. ഒരാളെന്ന് വെച്ചാൽ എല്ലാവരും കൊല്ലുക. ഇത് എന്താ തീവ്രവാദം കണ്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ആ ബോംബെ ആക്രമണമെങ്കിലും ഒന്നിരുത്തിൽ കണ്ടുകൂടെ? അല്ല, അപ്പോൾ അത് ചെയ്യാതിരുന്നൂടെ? എന്തിന്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയാണ് നിങ്ങൾ എപ്പോഴും കൊടുക്കണം. നിങ്ങളെ മാനേജ്മെൻറ്റിന് ഇഷ്ടപ്പെട്ട വാർത്തയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാം ഞാൻ കൊടുത്ത് കാണിച്ചത് 2 ദിവസം സമയം തരാം, കൊടുക്കുക. നിങ്ങളെന്തെങ്കിലും ജോലി അയച്ചു പോയോ? നിങ്ങളെന്തെങ്കിലും ഇഷ്ടത്തിന് വാർത്ത കൊടുത്താൽ അതിൽ എഡിറ്റ് ചെയ്യില്ലേ? എഡിറ്റിംഗ് ടേബിൾ ഇല്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സാധനം തുടങ്ങണ്ടേ? ഞാൻ സ്വന്തമായിട്ട് സിനിമ തുടങ്ങാൻ എനിക്ക് പറ്റുമോ? ഞാൻ മണ്ണാച്ചോളം പറഞ്ഞാൽ ചാകോചാട്ടി കമ്മ്യൂണിക്കേഷനിൽ മോനാണ്, മനസ്സിലായ? ഞാൻ എങ്ങനെ സിനിമ തുടങ്ങണം? എനിക്ക് സിനിമ തുടങ്ങാൻ താല്പര്യമില്ല. അപ്പം എനിക്ക് കിട്ടുന്ന അവസരങ്ങളോട് ഞാൻ ചെറിയ കാര്യങ്ങളും പറയും, അതൊക്കെ ചെയ്യാന്നുള്ളതുള്ളൂ. അല്ലേ? എന്ത് കൺവിക്ഷൻ? നന്നായാവും നല്ല പടം ആയിരിക്കുന്നുണ്ട്. ഈ പടങ്ങൾ ഓടി കാശുണ്ടാക്കി കഴിഞ്ഞാൽ ഓക്കെ അല്ലേ? എക്കണോമിയിൽ കാശ് വരുന്നില്ലേ? ഒരു പടം ഹിറ്റാവുന്ന സമയത്ത് പടം കാണാൻ പുറത്തിറങ്ങുന്ന ആളുകൾ വണ്ടിക്ക്, ബസ്സിന്, ഓട്ടോറിക്ഷയിൽ വരുന്നു, മനസ്സിലായ? അത് മോളിൽ ഇറങ്ങുന്നു, വേറെ കടകളിൽ പർച്ചേസ് ചെയ്യുന്നു, സിനിമയ്ക്ക് പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു മസാല ദോശ കഴിക്കുന്നു, തിരിച്ച് ഓട്ടോറിക്ഷ വിളിക്കുന്നു. എക്കണോമിയിലേക്ക് കാശ് വന്നാ, പണിയെടുക്കുന്ന പാവങ്ങൾക്ക് കാശ് വന്നാ. അപ്പോൾ ഒരു പടം വിജയിക്കുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ മാത്രമല്ല കാശ് വരുന്നത്. ഒരു പൂരം നടക്കുമ്പോൾ, ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിന് ചുറ്റുപാടുള്ള സമൂഹം മൊത്തം കാശുണ്ടാവും. അതുകൊണ്ടല്ലേ ഇതൊക്കെ നടത്തിപ്പോകുന്നത്. പഞ്ചായത്തിലേക്ക് ടാക്സ്, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്കും കാശ് വരില്ല. കൊറോണയുടെ സമയത്ത് മനസ്സിലായ? അപ്പം തിയേറ്ററിൽ പടം വരുന്നു, അത് ഓടുന്നെങ്കിൽ നല്ലതാണ് എക്കണോമിക്ക്. എല്ലാ സിനിമക്കാരന് മാത്രമല്ല, അതുകൊണ്ട് എക്കണോമി പഠിച്ചിട്ടുണ്ടാവും. കാശ് എങ്ങനെയാണ് റെവല്യൂഷൻ ചെയ്ത് വരുന്നത്? നമ്മൾ മണി ഇടുമ്പോൾ മണിയെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നു. അല്ലാതെ ഇടുന്ന മണി മുഴുവൻ പോവല്ല, കിട്ടുന്നത് മുഴുവൻ നമ്മുടെ കാശല്ല. അവരൊക്കെ എല്ലാവരും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും പ്രവൃത്തി മുന്നോട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് കൊറോണയുടെ സമയത്ത് ബ്ലോക്കായത്. കാശുള്ളവർക്കും കാശ് വരുന്നില്ല കയ്യിലേ, കിട്ടാണ്ട് എവിടെ കുടുങ്ങി കിടക്കും. അപ്പം ഇതെല്ലാം റോൾ ചെയ്യുമ്പോഴല്ലേ കാശ് വരുള്ളൂ എക്കണോമിയിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കണം, അല്ലെങ്കിൽ സിനിമകൾ ഉണ്ടാവണം. അത് ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും എല്ലാത്തിനും അതാണ് വേണ്ടത്. അല്ലാതെ ഇവിടുത്തെ ഇത് വെച്ചിട്ട് നമ്മൾ OTT മാത്രം പടർക്കി കഴിഞ്ഞാൽ അത് മോശമാണ്. പ്രൊഡ്യൂസർക്കും വിദേശ കമ്പനിക്കും മാത്രമേ ഉള്ളൂ ലാഭം.